കൊല്ലം കുണ്ടറയിൽ ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റിനോട് മോശമായി പെരുമാറി പോസ്റ്റ് മാസ്റ്റർ പുതിയ അക്കൗണ്ടുകൾ ചേർത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പണമടച്ചതിന്റെ ലിസ്റ്റ് വലിച്ചെറിയുകയും മോശമായി സംസാരിക്കുകയും ചെയ്തത്. കുണ്ടറ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ അഞ്ജിത്തിനെതിരെ വെള്ളിമൺ സ്വദേശിയായ ജൂലിയറ്റാണ് പോലീസിൽ പരാതി നൽകിയത്. എന്റെ ലിസ്റ്റ് എടുത്ത് കളഞ്ഞത്, എന്റെ പൈസയും എന്റെ ലിസ്റ്റും കൂടാണ് ഇവിടുത്തെ കുണ്ടറയിലെ മാസ്റ്റർ എടുത്ത് കളഞ്ഞത്, ഏജന്റിൻ്റെത്. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ ലിസ്റ്റായി ഈ മനുഷ്യൻ്റെ അടുത്ത് കളഞ്ഞത്. ഇത് കാണണം കേന്ദ്ര സർക്കാർ ഇറങ്ങിപ്പോകാൻ. അത് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി. ഇത് ഓഫീസാ, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസാണ്. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസ്. ഇവിടെ എല്ലാവർക്കും പറയാം. എന്റെ പൈസയും ഇതും കൂടെ എടുത്താൽ നിങ്ങൾ വെളിയിൽ കളഞ്ഞത്. എന്തു പറഞ്ഞേ? ഇത് കാണണം കേന്ദ്ര സർക്കാർ. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ആദ്യം വ്യക്തമാകുന്നത് പോസ്റ്റ് മാസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മോശമായ പെരുമാറ്റമാണ്. അതായത് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഇത് ഏജന്റാണ്. ഏജന്റ് എന്ന് പറയുമ്പോൾ ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങി പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതിൽ 10 പേരെ പുതിയതായി ചേർക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ചേർക്കാത്തതിലുള്ള വിരോധമാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചേർത്തില്ല എന്ന് ചോദ്യം ചെയ്യുകയും പിന്നീടൊരു തർക്കം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പണം അടച്ച ആളുകളുടെ പേരും വിവരവുമുള്ള ആ ലിസ്റ്റ് എടുത്തെറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ പെരുമാറ്റം പോസ്റ്റ് മാസ്റ്റർ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന പരാതിയാണ് ആ ലഭിക്കുന്നത്. ഒപ്പം മോശമായ പദപ്രയോഗങ്ങളും ഉണ്ടായി എന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. പരാതിക്കാരി നമ്മോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ ആകെ പറയുന്നത്, ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇത്തരത്തിൽ മോശമൊരു പെരുമാറ്റം ഉണ്ടായി. കാരണം അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇനി 2 വർഷം കൂടി ജോലി ചെയ്യാൻ കഴിയൂ, ഏതാണ്ട് 68 വയസ്സായി, ആരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇത്തരത്തിൽ ആളുകളെ പുതിയതായി ചേർക്കുക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറായില്ല എന്ന പരാതിയാണ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ പോലീസിൽ പരാതി നൽകി. പോലീസ് ഇവർ രണ്ടുപേരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഈ ഏജന്റ് പണം വാങ്ങുന്ന ആളുകൾക്ക് വ്യക്തിപരമായി നോട്ടീസുകൾ അയക്കുകയും ചെയ്തു. അതായത് നിങ്ങളുടെ പണം കൃത്യമായി അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന തരത്തിൽ ഒരു നോട്ടീസും അയച്ചു. അത് പ്രതികാര നടപടിയായി കാണുന്നു എന്നാണ് പരാതിക്കാരി പറഞ്ഞത്. അതും പരാതിയായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ് മാസ്റ്റർ പറയുന്നത് തന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പെരുമാറ്റം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് പ്രകോപിതനായ ഘട്ടത്തിൽ അങ്ങനെ പ്രതികരിച്ചതാണ് എന്ന് പറയുന്നു. ഒപ്പം ആ പ്രതികരണം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഈ ഒരു പെരുമാറ്റം വിവാദമായി നിൽക്കുകയാണ്. ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഏജന്റുമാർക്ക് അത് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത് എന്നും അവർ പറയുന്നു.